ഹായ് ഹലോ വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഡേ വിത്ത് സ്റ്റാർ. ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലത്ത് പട്ടത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കൊല്ലം പട്ടത്താനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ് ഞാനിപ്പോൾ എവിടെയുള്ളതെന്നല്ലേ. അതെ, നമ്മുടെ അഭിനയകലയുടെ കുലപതി എന്നൊക്കെ പറയാം. കാരണം നാടകമാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും ഇനി അതല്ല സിനിമയാണെങ്കിലും എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മാറി പൊളിറ്റീഷ്യനിലൊക്കെ ഒരു കൈയൊക്കെ നോക്കി തിളങ്ങി നിൽക്കുകയാണ് ആൾ. അപ്പോൾ ഏകദേശം മനസ്സിലല്ലോ അല്ലേ ആരാന്ന്? അതെ, നമ്മുടെ തമാശ എന്ന് പറഞ്ഞാൽ മുകേഷ് ചേട്ടനിൽ നമുക്ക് തമാശയെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. മുകേഷ് ചേട്ടനൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ ഡേ വിത്ത് സ്റ്റാർ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആളിവിടെ ഉണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്, നോക്കിയാലോ? ഹായ് മുകേഷ് ചേട്ടാ. നമസ്കാരം. ഞാനിങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകുമായിരുന്നു. ഫസ്റ്റ് ഇപ്പം നമുക്ക് 2 ഉദ്ഘാടനം ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ്. പോർട്ടിൽ നിന്ന് തെക്കും ഭാഗത്തേക്കുള്ള ഒരു ബസ്സിൻ്റെ റൂട്ട് ഫ്ലാഗ് ഓഫ്, അത് ആ ബസ് സ്റ്റാൻഡ് വാടി പോർട്ടിൻ്റെ ബസ് സ്റ്റാൻഡ് MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം രണ്ടും കൂടെ ഒന്നിച്ചാണ്. അവിടെ നിന്ന് തൊട്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. പഠിച്ചതൊക്കെ കൊല്ലത്ത് തന്നെയല്ലേ? ആ സ്കൂളിലെ ഒരു അനുഭവങ്ങളൊക്കെ? സ്കൂളിൽ ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയുള്ള സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ എന്നാണ്. അപ്പം ആംഗ്ലോ ഇന്ത്യൻസ്, ഞാൻ പഠിക്കുന്ന സമയത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാം. അവിടെ ഒരു നല്ല ശതമാനം ആംഗ്ലോ ഇന്ത്യൻ കുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കാനഡയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും തങ്കശ്ശേരി പഠിച്ചാണ്, ഈ സ്കൂളിൽ പഠിച്ചാണ്. അപ്പം തങ്കശ്ശേരി തന്നെ അധികാരി എന്ന് പറഞ്ഞിട്ട്, അധികാരിയുടെ വീടെന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് ആ ആംഗ്ലോ ഇന്ത്യൻ സമ്പ്രദായം നിലനിന്നിരുന്ന സമയത്ത് ആ വീട്ടിലുള്ള ഒരാളായിരുന്നു അധികാരി. അപ്പം പിന്നീട് അവരുടെ ജനറേഷൻ വരുമ്പോഴും അവരെ അധികാരി ഫാമിലി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അധികാരിയുടെ വീട്ടിൻ്റെ അപ്പുറത്ത് അധികാരിയുടെ വീട്ടിന് ഇപ്പം ഒരു അധികാരി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം വലിയ ഒരു പവറും ഇല്ലെങ്കിലും അധികാരി എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കാനഡയിൽ അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം എത്രയോ കൊല്ലം അധികാരിയുടെ വീട് എന്ന് പറഞ്ഞു. ഇന്ന് ആ അധികാരിയുടെ അധികാരിയാടാ ഞാനാണ് ആ അധികാരിയെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന പല 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 സംഭവങ്ങളുണ്ട്. ഡച്ചിൻ്റെയൊക്കെ ശവക്കല്ലറകൾ ഇപ്പോഴും ഇങ്ങനെ തുടച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡച്ചുകാരുടെ പേര് കാണും. ബക്കിംഗ്ഹാം പാലസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബക്കിംഗ്ഹാം കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇംഗ്ലീഷ്കാർ ആ സമയത്തുണ്ടായിരുന്ന സമയത്ത് ഉണ്ട്. അതിനൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങ് ജീർണിച്ചു പോയി. എങ്കിൽ പോലും അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബേക്കൽ ഫോർട്ട് പോലെയൊക്കെ തെക്കൻ കേരളത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും കൗതുകം വരുന്ന ഒരു സ്ഥലമാണ് തങ്കശ്ശേരി ഇപ്പോഴും. ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം നടത്തുമ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് കയറി പോകാൻ ഒരു ബസ്സില്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു അർത്ഥമില്ലാതായി പോകും. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ KSRTCയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ്റിന് വലിയ ആഗ്രഹമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ബസ് ഓടിക്കണമെന്നും കൃത്യസമയത്ത് ഓടിക്കണമെന്നും ഒക്കെ. പക്ഷേ ബസ്സിൻ്റെ ക്ഷാമം, ഉള്ള ബസ്സുകൾ തന്നെ വലിയ പിടിവലി. അങ്ങനെ ഇവിടെ നിന്നും തുടങ്ങുന്ന ഒരു ബസ്സിന് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരെണ്ണം ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾക്ക് നൽകിയത്. എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് രണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു.
ഇപ്പോൾ തീരദേശമാണിത്. തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ഓഖി ദുരന്തം വന്ന ഒരു സ്ഥലത്ത് 8 പേര് മിസ്സിങ് ആയിരുന്നു. ആദ്യത്തെ ദിവസം 4 പേര് വന്നു. പിന്നെ 4 പേരിന് നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഒരു 1.5 ദിവസം ശരിക്കും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കടലിലേക്ക് നോക്കി ഈ പരിസരവാസികളെല്ലാവരും നിൽക്കുകയും അവസാനം അത് അവർ നീണ്ടകര പോർട്ടിൽ അടുത്തെന്നുള്ള ഒരു ശുഭ വർത്തമാനം കിട്ടുകയും അവരിവിടെ വന്നിട്ട് വലിയ ആഘോഷത്തോടെ പോവുകയൊക്കെ ചെയ്തു. അപ്പം കുറച്ച് പിന്നെ ഇമോഷണലുമാണ് ഇവർ. എന്തെങ്കിലും ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ സന്തോഷവും പ്രകടിപ്പിക്കും, ദേഷ്യവും പ്രകടിപ്പിക്കും, ദുഃഖവും പ്രകടിപ്പിക്കും. ആദ്യം നമ്മുടെ സെലിബ്രിറ്റി ലൈഫായിരുന്നു മുകേഷിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ശരിക്കും നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് വന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായി മാറി MLA എന്ന് പറയുമ്പോൾ അല്ലേ. ശരിക്കും ആ 2 ലൈഫും നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു? അല്ല, അത് രണ്ടും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. കാര്യം എനിക്ക് ഇതും വളരെ താല്പര്യമുള്ള കാര്യമാണ്. കാര്യം നമ്മളെ കൊണ്ട്, അതും പ്രത്യേകിച്ച് കൊല്ലം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കാനും MLA ആയപ്പോൾ കൂടുതൽ സന്തോഷം തോന്നാനും ഒക്കെ ഒരു പ്രധാന കാര്യം, ഇപ്പം സിനിമയിൽ തന്നെ കൊല്ലം ഭാഷ പറയുന്ന ആരാണ്, കൊല്ലത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ആരാണെന്ന് ഒരു ക്വിസ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ അതെൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ കൊല്ലമായിട്ടുള്ളൊരു വലിയ ബന്ധമുണ്ട്. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ കൊല്ലം പിന്നെ ആ പ്രകടനവും പ്രവർത്തനവും ഒക്കെ നടത്തിയവരാണ്. അവർക്കൊക്കെ ഫുൾ പ്രോത്സാഹനങ്ങളാണ്. ഇപ്പം ഞാൻ ഈ 35 കൊല്ലമായിട്ട് സിനിമയിൽ നിൽക്കുമ്പോഴും ശരിക്കും കൊല്ലത്തുകാർ എന്നെ വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് എന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ നിമിത്തമായി അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു പടി ഉയരാൻ കൊല്ലംകാർക്ക് പറ്റിയെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷമാണ് ഇപ്പോൾ പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ എത്രയോ ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആൾക്കാർക്ക്, അസുഖബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായം എന്നുള്ള രീതിയിൽ എല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ? അടുത്തത് ഇനി അദാലത്താണ്. ഈ അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഗവൺമെൻറ്റിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ പിന്നെ പഞ്ചായത്തിൽ നിന്നോ ഒക്കെ സാധാരണ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും സാധുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ പലരും ആ ഓഫീസിൽ പോയി കൊടുക്കാനും അതിൻ്റെ പിന്നിൽ ആ അപേക്ഷയുടെ പുറകെ നടക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെ വിമുഖതയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും ഇവരിൽ എത്തിച്ചേരാത്തത് കൊണ്ട് അത് ലാപ്സായി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇപ്പം നമ്മൾ പനയം പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ മെമ്പർമാരും ഞാനും എല്ലാം കൂടി ഇരുന്നിട്ട് നിങ്ങളുടെ പരാതികൾ പറഞ്ഞോളൂ. ഒരു 10 മണി മുതൽ 1 മണി വരെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം 3 മണിക്കാണ് തീർന്നത്. 295 പേര് പരാതിയായിട്ട് വരികയാണ്. അവർ ലൈഫിൽ ആ പരാതികൾ അവർ പുറത്ത് കൊണ്ടുപോയി കൊടുക്കത്തില്ല. നമ്മളെ നേരിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലുന്നതുകൊണ്ട് നമുക്ക് തരുന്നു. സോർട്ട് ചെയ്തിട്ട് ഇത് എവിടെയാണ് റവന്യൂക്ക് കൊടുക്കേണ്ടത്, എവിടെയാണ് പഞ്ചായത്തിന് കൊടുക്കേണ്ടത്, എവിടെയാണ് പോലീസിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുൻകൈ എടുത്ത് അവിടെ വെച്ച് തന്നെ തീർപ്പാക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത് ആൾക്കാർക്ക് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് ഈ അദാലത്ത്. വളരെ വിജയവുമാണ്. അദാലത്തുകൾ വളരെ പ്രയോജനകരമായ, അതുകൊണ്ട് തന്നെ വിജയത്തിലേക്കൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും കരുത്തുമൊക്കെ ഈ 2 സ്ഥലത്തും കഴിഞ്ഞ 2 സ്ഥലത്തും തന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുമാണ്. ഇവിടെ തന്നെ ഇത്രയും കൗൺസിലേഴ്സ്, കോർപ്പറേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള കോർപ്പറേഷൻ്റെ ഭാഗമായ ഇവർ വന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോത്സാഹനവും കരുത്തുമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആദ്യം തന്നെ അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. മുകേഷിൻ്റെ ഇപ്പോൾ സ്റ്റാർ മാത്രമല്ല, ഒരു MLA കൂടിയാണ്. ആളുടെ തിരക്കൊക്കെ നമ്മൾ കണ്ടു. അവിടെ അദാലത്തും ഇനോഗ്രേഷനും ഒക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ
ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മുകേഷ് ചേട്ടൻ്റെ വൈഫ് മേതിൽ ദേവിക ചേച്ചി ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചി ഒന്ന് ബുദ്ധിമുട്ടിച്ച് ചേച്ചിയോട് മുകേഷ് ചേട്ടൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നോക്കാം അല്ലേ? ഹായ് ചേച്ചി. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെ പോകുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ? അങ്ങനെയൊന്നും പോകുന്നില്ല, ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ക്ലാസ് എന്നുള്ള രീതിയിലല്ലല്ലോ നമുക്ക് പെർഫോമൻസസ് തന്നെയാണ് മെയിൻ. ലൈഫ് എങ്ങനെയാണ് മുകേഷിന്? ഇപ്പോൾ മുകേഷിന് നല്ല തിരക്കാണ്, ഇപ്പോൾ MLA ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നല്ല ബിസിയാണ് ആള്. ആ ഒരു ലൈഫ് എങ്ങനെ ബാലൻസ് ആയി പോകും? ബാലൻസ് ചെയ്യുന്നില്ലല്ലോ, രണ്ടുപേരും ബാലൻസ് ചെയ്യുന്നില്ല. നമുക്ക് തകിടം മറിഞ്ഞ് പോവാണ്. എപ്പോഴും തിരക്കിൻ്റെ ഇടയിൽ കാണാനൊക്കെ സമയം കിട്ടുന്നു? തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ റോട്ടിൽ കൂടെ MLA വണ്ടി പോകുമ്പോൾ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത് ഒരുപാട് അവസരങ്ങളുണ്ട് റോട്ടിൽ കൂടെ. മുകേഷേട്ടൻ്റെ വണ്ടി അതുപോലെ മുകേഷ് ചേട്ടൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, ഇപ്പോൾ ചേച്ചി ഫുഡും അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടോ? മുകേഷ് ചേട്ടൻ അവരൊക്കെ ഫിഷിൻ്റെ കൂടെ ജനിച്ചു വളർന്ന ആൾക്കാരാണല്ലോ. ഞാൻ പറയാം, അവിടെ മീൻകാരൻ കാറിലാ മീൻ വിൽക്കാൻ വരുന്നു. അങ്ങനെയും ഞാൻ പറയും മീനിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അവിടെ ഫുൾ ടൈം ഒന്നല്ല 2-3 തരം ഫിഷ് വേണം. ഞാനാണെങ്കിൽ പാലക്കാട് അറിയാലോ, അവിടെ ഫിഷുമായി ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. ഹി ലൈക്സ്, പിന്നെ ഹി ലൈക്സ് ഇങ്ങനെ വൈൽഡ് ആയിട്ടുള്ള മീറ്റൊക്കെ ഒരുപാട് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് ഇന്നോവേഷൻ. എനിക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല, പക്ഷെ ആ കിട്ടുന്ന സമയം മുകേഷ് ചേട്ടനുള്ളപ്പോൾ ഐ ഹാവ് ടു എൻഷുർ, ബിക്കോസ് ആൾ അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ യൂണിറ്റൊന്നും ഫുഡ് കഴിക്കില്ല. രാത്രി 11:30 ആ ഷൂട്ട് കഴിയുന്ന വെച്ചാലും വീട്ടിൽ വന്നിട്ടേ കഴിക്കൂ. അത് നമുക്ക് ചില സമയത്ത് ഭയങ്കര പാരയാ, രാത്രി വെയിറ്റ് ചെയ്ത്. പിന്നെ ഏറ്റവും സങ്കടം പറയില്ല വരും എന്നുള്ളത്. പറയില്ല, പെട്ടെന്ന് ആയിരിക്കും വരിക. അപ്പം ഞാനും മോനും മാത്രമാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ആകെ ഞാനൊരു പരക്കം പായലാക്കിയിട്ടുണ്ട്. അത് അമ്മമാരും, കൊല്ലത്തെ അമ്മമാരും ഇതേ കംപ്ലൈന്റ് എന്നോട് പറഞ്ഞു. എന്നോട് ആരോ പറഞ്ഞു, എല്ലാ തോന്നിയ മാസത്തിനും നിൽക്കുന്ന ഒരു ഭാര്യയെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് സംബഡി സെഡ്. അപ്പം ഞാൻ പറയും, ഒന്നിനും ഞാൻ ഇടപെടാറില്ല, ഐ ഡോണ്ട് ഇന്റർഫിയർ. പക്ഷെ ഐ ഡെഫിനറ്റ്ലി ഞാൻ ടിപ്സ് കൊടുക്കാറുണ്ട്. ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പാസിംഗ് സ്റ്റേറ്റ്മെൻറ്റായി പറയും. വി ഹാവ് വെരി ഹെൽത്തി എക്സ്ചേഞ്ചസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് എല്ലാം മുകേഷ് ചേട്ടൻ്റെ മൊബൈൽ തന്ന് എല്ലാം എന്നെ കൊണ്ടാണ് റിപ്ലൈ പിക്കുക മെസ്സേജസിനെല്ലാം. ഓൺലി തിങ് ഈ അർദ്ധരാത്രി വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. അതുകൊണ്ടാണ് വയറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്നിട്ട് എപ്പോഴും മിറർ നോക്കി മുകേഷ് ചേട്ടനെ പറയും, ഞാൻ ഇത് ആരെ നോക്കി സളുക്കിയെന്ന് തന്നെത്താനെ നോക്കി പറയും. എന്തുവാടേ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു പ്രോസ്പെറിറ്റിയുടെ ലക്ഷണമാണ്. ഡോണ്ട് ട്രൈ ടു ചേഞ്ച് ഇറ്റ്. ചിലപ്പോൾ മുകേഷ് ചേട്ടൻ ആവുന്ന ഈ ഒരു ഫിഗറുകാരനാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലി മാറ്റാനൊന്നും നോക്കണ്ട. എക്സസൈസ് ചെയ്യുന്നുണ്ട്, which is a big thing. MLA ആയതിനു ശേഷവും 2 കരിയറും, ഇപ്പം അതാണെങ്കിലും നമ്മുടെ ആക്ടിങ് കരിയർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു MLA ലൈഫിൽ രണ്ടും ബാലൻസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ വീട്ടിലൊന്നും നോക്കേണ്ട കാര്യമല്ലേ, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചേച്ചി നോക്കും. ആക്ച്വലി ദാറ്റ് ഈസ് എ ബിഗ് തിങ്, ബിക്കോസ് നമ്മളിപ്പോൾ വീട് വെക്കുന്നുണ്ട്. ഹി ഹാസ് നോ ക്ലൂ. വിളിച്ച് പറയും, നല്ല തെറ്റിയാൽ നല്ല വഴക്ക് പറയും. അത് മാത്രം കറക്റ്റ് ആയിട്ട് പറയാലോ. അയ്യോ, ഒരു രക്ഷ. ചൂടനാണ് ആള്. എന്നെക്കാട്ടിലും നിങ്ങൾക്കൊക്കെ അറിയാലോ. എന്നാലും വീട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ചൂടാന്ന് പറയാൻ മുകേഷ് ചേട്ടൻ്റെ ഒരു ചൂടിനൊരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ ഒരു ചൂടല്ല. ഞാൻ പറയട്ടെ, മുകേഷ് ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. പ്രത്യേകിച്ച് എന്നോടാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഹി ഫീൽസ് വെരി ക്ലോസ് ടു മീ. നല്ല നിലവിളിക്കും. ബട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ്. യു സി, ആ നിലവിളിയിലോ കാതലായിട്ടോ ഒന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മ ഇതെന്താ, അതെൻ്റെ ജീവിതം പോയോ എന്നൊക്കെ. പിന്നെ മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളൂ. സോ അങ്ങനെ ആളെ അസസ് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്.
ആക്ച്വലി ഈസ് എ വെരി സിമ്പിൾ ബീങ്. ചേച്ചി പറയുമ്പോൾ തന്നെ അറിയാം രണ്ടുപേരും എത്ര ക്ലോസ്ഡ് ആണ്, ഇത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇതുപോലെ തന്നെ അങ്ങനെ പോട്ടെ. എന്നാലും ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. ഇനിയുള്ള കോൺസേർട്സിനും എല്ലാത്തിനും എല്ലാവിധ ആശംസകളും എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത ഈ പോക്ക് എങ്ങോട്ടേക്ക്? നമ്മൾ ഇനിയിപ്പം പോകുന്നത് ഇപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുട്ടിക്ക് കൊല്ലം മണ്ഡലത്തിൽ എല്ലാത്തിനും A+ കിട്ടി. അപ്പം ആ കുട്ടി വളരെ സാധു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ശരിക്കും കൊല്ലം മണ്ഡലത്തിലുള്ള എല്ലാ വിഷയത്തിനും A+ കിട്ടിയ കുട്ടികൾക്ക് MLA വകയായിട്ട് ഒരു മൊമെൻറ്റോയും ഒരു അനുമോദന സമ്മേളനവും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ വരാൻ പ്രയാസമുണ്ടാകും, കാഴ്ച ഇല്ലാത്തത് കൊണ്ടൊന്ന് ഇങ്ങനൊന്ന് ഹിൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട മോൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ വീട്ടിൽ വന്ന് ഈ മൊമെൻ്റ് തന്നോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പം 2 മണിക്ക് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനെ ഇച്ചിരി കുറച്ച് താമസിച്ചത് കൊണ്ട് നമ്മളവിടെ ചെന്ന് അത് കൊടുത്തതിന് ശേഷമാണ് നമ്മളുടെ ശരിക്കുള്ള ലഞ്ച് ബ്രേക്ക് വരുന്നത്. സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ കോളേജിൽ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ കാണുമ്പോൾ MLA ആണ്, എങ്ങനെയാണ് അവരുടെയൊക്കെ റെസ്പോൺസ്? അവരെ അത് മറ്റൊരു രസകരമായ സംഭവമാണ്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ലായിരുന്നു. തുടക്കത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഹരവൊക്കെ വന്ന് രാഷ്ട്രീയത്തിലോട്ട് കടന്നപ്പോൾ പ്രിൻസിപ്പൾ ശ്രീനിവാസൻ സാറ്, അദ്ദേഹം വളരെ അവിചാരിതമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ ഉപദേശിച്ചു. നീ ഇന്ന് സമരത്തിനൊക്കെ നടക്കുന്ന കണ്ടു, നീ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നീ സ്റ്റേജിൽ നീ ഇവിടുത്തെ നാടക മത്സരത്തിനൊക്കെ സ്റ്റേജിൽ വരുമ്പം ഒരു സ്റ്റേജ് പ്രസൻസ് ഉണ്ട്, നീ പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യം ഓഡിയൻസിനുണ്ടാകുന്നുണ്ട്. അതൊരു ഗോഡ്സ് ഗിഫ്റ്റാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. ചില ആൾക്കാർ ഒരുപാട് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. നീ വരുമ്പോൾ തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നു. നിൻ്റെ 2-3 നാടകങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയമൊക്കെ പിന്നാകാം, അതൊക്കെ ഒരു സമയം വരും. ഇപ്പം പഠിത്തത്തോടൊപ്പം നീ കലയിൽ ശ്രദ്ധിക്കും, നിനക്ക് അവിടെ ഒരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്ന പറഞ്ഞൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. ഇത്രയും വിദ്യാർത്ഥികളോടുണ്ടായിട്ടും സാറിന് എന്നെ അറിയാവുന്ന പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയുള്ള ശ്രീനിവാസ സാർ എന്നെ മാറ്റി നിർത്തിയിട്ട് പറയുന്നു നീ ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സജീവമായിട്ട് കലയിലോട്ട് അങ്ങോട്ട് പോയി. ഒരിക്കലും MLA ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ MLA ആകുമെന്ന് വിചാരിച്ചിട്ടില്ല, ഇവരാരും തന്നെ വിചാരിച്ചിട്ടില്ല. 60 ദിവസമായിരുന്നു പ്രചരണം. 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ ജയിക്കും. കാര്യം കുറേ എക്സ്പ്രഷൻസും ഹൃദയത്തിൽ നിന്ന് വരുന്നതും ഉണ്ടാക്കി പറയുന്നതും ജെന്യുവിനായിട്ട് പറയുന്നതും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി, എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ പഞ്ചായത്തിലും വളരെ റൂറൽ ഏരിയയിലൊക്കെ പോകുമ്പം ആൾക്കാരുടെ ഒരു ആവേശം, നമ്മുടെ അടുത്ത് സംസാരിക്കാനും നമ്മൾ പറയുന്ന കേൾക്കാനും അത് കേട്ട് കൈയടിക്കാനും പോകുമ്പം നമ്മളെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു സിൻസിയറിറ്റി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഭൂരിപക്ഷത്തിൽ മാത്രമേ ഉള്ളൂ സംശയം, ഞാൻ ജയിക്കും എന്ന് അന്നേ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ ജയിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തോൽക്കാനുള്ള സാധ്യതകളായിരുന്നു കൂടുതൽ. അത് പിൽക്കാലത്താണ് ഞാൻ അറിഞ്ഞത്.